അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, യൂദാജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെടുന്നവരുടെ നിലവിളി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതമായ ദൈവികമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവരക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാം അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ്. ഞങ്ങൾ മക്കെദോനിയായിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു. എന്നു മാത്രമല്ല, ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുവരുന്നു. പുറമേ മത്സരം, അകമേ ഭയം. എന്നാൽ ആശയറ്റവരെ സമാശ്വാസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. സാന്നിധ്യത്താൽ മാത്രമല്ല, നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും. നിങ്ങൾക്ക് എന്നോടുമുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്കതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപത്തെ ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കുവാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാജ്ഞയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവൻ നൽകും ദൈവത്തിൻ തിരുവചനം, സൗഖ്യം നൽകും ഈശോയാകും വചനം. ഇരുളിൽ തെളിയും ദീപത്തിൻ തിരിനാളം പോലെ ഈശോ നൽകും സ്നേഹത്തിൻ തിരുവചനം. ജീവൻ നൽകും ദൈവത്തിൻ തിരുവചനം, സൗഖ്യം നൽകും ഈശോയാകും വചനം. ഇരുളിൽ തെളിയും ദീപത്തിൻ തിരുനാളം പോലെ ഈശോ നൽകും സ്നേഹത്തിൻ തിരുവചനം. ദൈവത്തിൻ തിരുവചനം, രക്ഷ നൽകുന്ന വചനം. ഇതാ ദൈവത്തിൻ തിരുവചനം, ഇതാ രക്ഷ നൽകുന്ന വചനം. സമാധാനം നിങ്ങളോട് കൂടെ.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യുവാൻ കഴിയില്ലാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, അവൻ ഇവനെ പോലെ ഇരിക്കുന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. ഈ കൈത്താകാലഘട്ടത്തിലെ ക്രിസ്തുവിന് വേണ്ടി ഫലം ചൂടുവാനായിട്ട് നമ്മളൊക്കെ പരിശ്രമിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന ഒരു തിരുവചനം അന്ധനെ സുഖപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ്. ഈ വചനഭാഗത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യഹൂദരുടെ കൂടാര തിരുനാളിന്റെ സമയത്താണ് ഈ ഒരു പ്രവൃത്തി ഈശോ ചെയ്തു വെക്കുന്നത്. ഇനി യഹൂദരുടെ കൂടാര തിരുനാളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പിള്ളേരെ, നമ്മള് പെരുന്നാളിന് എല്ലാവരും പള്ളി വരാറുണ്ട്, ഇല്ലേ? ആരെങ്കിലും പെരുന്നാളിന് വരാത്തവരുണ്ടോ? അപ്പനമ്മയും വരില്ല. ഓ, അത് നിങ്ങളുടെ കുർബാനയ്ക്ക് അപ്പനമ്മയും വരുന്നില്ല എന്നുള്ളൂ. അവര് അവരുടെ കുർബാനയ്ക്ക് വരുന്നുണ്ട്, പേടിക്കണ്ട കേട്ടോ. നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കാൻ പള്ളിയിൽ വരാറുണ്ട്. ഇതുപോലെ തന്നെയാണ് യഹൂദര് തിരുനാൾ ആഘോഷിക്കാനായിട്ട് എല്ലാവരും ഓടിച്ചെല്ലുമായിരുന്നു. ഇനി അവിടെ എന്താ സംഭവിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദേവാലയത്തില് അവര് തിരികള് കത്തിച്ച് തിരികള് തെളിയിച്ച് അവര് തിരുനാൾ ആഘോഷിക്കും. നമ്മള് പെരുന്നാളാവുമ്പോ നന്നായിട്ട് ലൈറ്റൊക്കെ ഇടാറുണ്ട്, ഇല്ലേ? എന്താണ് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം, യഹൂദര് അന്ന് തിരി തെളിയിച്ച് തിരുനാൾ ആഘോഷിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ലൈറ്റ് ഇടുന്നത്. എന്താവട്ടെ. രണ്ടാമതായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം, സീലോഹ കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ദേവാലയത്തിലെ പടികളൊക്കെ ശുദ്ധീകരിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കണം നമ്മൾ പെരുന്നാളൊക്കെ വരുന്നതിന് മുന്നേ നന്നായിട്ട് ദേവാലയമൊക്കെ ഒരുക്കാറുണ്ട്. ഇങ്ങനെയായിരുന്നു അവർ ആഘോഷിച്ചിരുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് കർത്താവ് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കുന്നത്. അതിലൂടെ കർത്താവ് നമ്മൾ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് മക്കള് കേൾക്കേണ്ട കാര്യം തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മാതാപിതാക്കളോടല്ല. ഇതിലൂടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, അനുസരണം അത്ഭുതത്തിലേക്ക് നയിക്കുമെന്ന. അനുസരണം വലിയൊരു അത്ഭുതത്തിലേക്ക് നയിച്ചു. ഈ അന്ധനെ കർത്താവ് സുഖപ്പെടുത്തുന്നത് എങ്ങനെയാ സുഖപ്പെടുത്തിയത്? കണ്ണോപ്പറേഷൻ ചെയ്തിട്ടാണോ? ഇവിടെ ആരെങ്കിലും കണ്ണു ഡോക്ടേഴ്സ് ഉണ്ടോ? ഡോക്ടർമാര് ആരും കൈ ഉയർത്തില്ല, കാരണം അച്ഛൻ ചോദിച്ചാലോ എന്ന് വെച്ചിട്ട്. കർത്താവ് കണ്ണോപ്പറേഷൻ ഒന്നും ചെയ്തില്ല, പക്ഷെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്, ഇല്ലേ? കർത്താവ് സുഖപ്പെടുത്തിയ കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ കർത്താവ് സുഖപ്പെടുത്തുന്നത് എങ്ങനെയാ? അവനോട് പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്തതിന് ശേഷം അവസാനം പറയാം, നീ പോയി സീലോഹായിൽ പോയിട്ടൊന്ന് കഴുകി വരാനായി, ശുദ്ധിയുള്ളവനായിട്ട് വരാനായിട്ട്.
അതനുസരിച്ചത് കൊണ്ട് അവന് കാഴ്ച കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുസരണത്തിന്റെ വലിയൊരു പാഠമാണ് കർത്താവ് പഠിപ്പിച്ചു വയ്ക്കുന്നത്. ഇതുപോലെ ഒരു അത്ഭുതം പഴയ നിയമത്തിൽ സംഭവിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു വെക്കുന്നുണ്ട്. സിറിയ രാജാവിന്റെ സൈന്യാധിപനായ നാമാനെ കുഷ്ഠം പിടിപെട്ടു. അങ്ങനെ കുഷ്ഠം പിടിപെട്ട് മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുമ്പോഴാണ് എലീശ പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത്. എലീശ പറഞ്ഞു, എന്താ നീ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിച്ച് കടന്നു വാ, നിന്റെ കുഷ്ഠം മാറി. അവിടെയും ഈ നാമാന് സൗഖ്യം ലഭിച്ചത് ഈ പ്രവാചകന്റെ ഒരു സ്വരം. പ്രവാചകനെ കുറിച്ച് എന്താ പറയുന്നത്? ദേ വർ ദ മൗത്ത് പീസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ സ്വരമായിരുന്നു പ്രവാചകൻ എന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ പ്രവാചകനെ അനുസരിച്ചതിലൂടെ അവന് ഒരു അനുഗ്രഹം കിട്ടുകയായിരുന്നു. കുഷ്ഠം മാറി കിട്ടി, അല്ലേ? ഇനി നമുക്കറിയാം, ഈശോ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് എവിടെ വെച്ചാ? ഞങ്ങൾ പറയില്ല, ടീച്ചേഴ്സ് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പിള്ളേരാട്ടോ, നന്നായിട്ട് അനുസരിക്കുന്നുണ്ട്. അപ്പം ടീച്ചേഴ്സിനെ അനുസരിക്കാം. ആദ്യത്തെ അത്ഭുതം നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നില്, കേട്ടോ. അച്ഛൻ ചോദ്യം ചോദിക്കുമ്പോൾ മിണ്ടാനായിട്ട് ടീച്ചേഴ്സ് അനുവാദം തന്നിരിക്കുന്നു. അപ്പോ ആദ്യത്തെ അത്ഭുതം നടന്നത് കാനായിലെ കല്യാണ വിരുന്നില. കർത്താവ് എന്താ പറഞ്ഞേ? പരിചാരകരോട് പറഞ്ഞു ആ കൽഭരണിയിലൊക്കെ വെള്ളം നിറച്ചു വരാനായിട്ട്. പരിചാരകർ അത് ചെയ്തു. അപ്പോ അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്, അല്ലേ? തീർന്നുപോയ സന്തോഷം തിരിച്ചു വരികയാണ്. ഇനി ഒരു തളർവാദ രോഗിയെയും കൊണ്ട് ആൾക്കാര് കർത്താവിന്റെ അടുത്തേക്ക് വന്നു. കർത്താവ് എന്താ പറഞ്ഞേ? എടവേ കിടക്കെടുത്ത് വീട്ടിലേക്ക് വിട്ടോന്ന്. അവൻ കിടക്കെടുത്ത് വിട്ടു, സൗഖ്യം പ്രാപിച്ചു, അല്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞ അനുസരിച്ചപ്പോ എന്താ? അത് സൗഖ്യമായി തീർന്നു. ഇനി കർത്താവ് മരിച്ചു പോയപ്പോ പാവം ശിഷ്യന്മാര് പണിക്ക് പോയി. എന്ത് പണിക്കാ പോയേ? മീൻ പിടിക്കാനായിട്ട്, ഇല്ലേ? അവന്മാര് മുക്കുവന്മാരായിരുന്ന അവന്മാര് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഈ ആശാരി പണി പറയുന്നവൻ ചെന്നിട്ട് പറയാണ്, വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കിയപ്പോ എന്താ സംഭവിച്ചേ? കുറേ മത്സ്യം കിട്ടി. അപ്പം അവിടെ കർത്താവിനെ അനുസരിച്ചപ്പോൾ ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുക. പരിശുദ്ധ അമ്മ ഒരു വളരെ ചെറുപ്പത്തില് ദൈവദൂതൻ അമ്മയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആ പാവം പെങ്കൊച്ച് പറയാണ്, എന്താ ഇതാ കർത്താവിന്റെ ദാസി. അനുസരിച്ചതാ, വേറൊന്നും ചെയ്തില്ല. അനുസരിച്ചപ്പോ എന്തായി? ദൈവപുത്രന്റെ അമ്മയാകാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അപ്പം അനുസരിച്ചാൽ നമ്മളൊക്കെ അനുഗ്രഹം പ്രാപിക്കുമെന്ന വലിയൊരു പാഠമാണ് ഈശോ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാനും എൻ്റെ അപ്പൻ്റെ അമ്മേരും മൂത്ത മോനാ. ഇത് പറയുമ്പോ അത്ര എളുപ്പമല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ മുഖം നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു നല്ല പിള്ളേരാന്നാ തോന്നുന്നേ. ആണോ? അപ്പൻ്റെ അമ്മയൊക്കെ പുറകിലിരിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ നല്ല പിള്ളേരാ, തല ആട്ടുന്നുണ്ട്. ടീച്ചേഴ്സേ, അല്ലേ? എന്നെ ഈ CMC സിസ്റ്റേഴ്സാ പഠിപ്പിച്ചായിരുന്ന കാറ്റീസം. അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു ഞാന്. അപ്പൊ അഹങ്കാരം കൊണ്ട് പറയുന്നല്ല കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഈ അനുസരണം എന്നുള്ളത് അത്ര എളുപ്പമൊന്നും അല്ല. പക്ഷേ അങ്ങനെ അനുസരിച്ചാൽ നമ്മള് അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ്. ഇനി കർത്താവ് എന്താ പറഞ്ഞ അവനോട്? പോയി സീലോഹ കുളത്തിൽ പോയി കഴുകാൻ. ഈ സീലോഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയുന്നത്? അയക്കപ്പെട്ടവൻ എന്ന. ആരെയാണ് പിതാവായ ദൈവം അയച്ചിരിക്കുന്നത് ഈ ലോകത്തിലേക്ക്? ഈശോയെ, അല്ലെ? ഈശോയെയാണ് പിതാവ് അയച്ചിരിക്കുന്നത്. അപ്പം ക്രിസ്തുവിൽ നമ്മയൊക്കെ ചേർത്ത് നിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമ്മെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അത് സംഭവിക്കുന്ന എങ്ങനെയാ? കൂദാശയിലൂടെയാണ്, അല്ലെ? പ്രത്യേകിച്ച് മാമുദീസ എന്ന കൂദാശയിലൂടെ നമ്മുടെ ജന്മപാപങ്ങളൊക്കെ കർത്താവ് കഴുകി വിശുദ്ധീകരിക്കുകയാണ്. കർത്താവിന്റെ കുരിശിൽ നിന്ന് തുറന്ന ആ തിരുരക്തം കൊണ്ട് നമ്മളെയൊക്കെ കഴുകി വിശുദ്ധീകരിച്ചു കൊണ്ടാണ് നമ്മളൊക്കെ ക്രിസ്ത്യാനികളായി മാറിയത്, അല്ലേ? നമുക്കൊക്കെ പേര് കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെയൊക്കെ നല്ല നല്ല പേരുകളുണ്ട്, സൂപ്പർ സ്റ്റാർ പേരുകളൊക്കെ എടുക്കുന്നുണ്ട്, ഇല്ലേ? ആ പേരുകളൊക്കെ ദൈവം തന്നത് എന്താ? ആ കർത്താവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചു കൊണ്ടാ. ഇനി നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് കൂദാശ സ്വീകരിക്കുക? പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാപം ചെയ്ത് പോയി കുമ്പസാരിക്കുക, അതൊരു ലൈസൻസ് അല്ല കേട്ടോ. പക്ഷെ നമ്മുടെ പാപക്കറകള് കഴുകി വിശുദ്ധീകരിക്കുന്ന ഒരു കൂദാശയാണ്
കുമ്പസാരം എന്ന കൂദാശ. അത് ആ കൂടിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ കുമ്പസാരിക്കും അല്ലേ. അതിൻ്റെ ഉള്ളിൽ കർത്താവ് ഇരിപ്പുണ്ട്. അപ്പോൾ പോയി കുമ്പസാരിച്ച് പാപങ്ങളൊക്കെ, അത് പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും മഞ്ഞിനേക്കാൾ നിർമ്മലമാകും. അതെ, അമ്മ നമ്മെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുന്ന ഒരു കൂദാശ കുമ്പസാരം. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ സ്വന്തമായി തീരുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം പറഞ്ഞ എന്താ? അനുസരണം അനുഗ്രഹത്തിലേക്ക്. അതെ, സിലോഹ എന്ന് പറയുന്ന അർത്ഥവും ഇത് തന്നെയാണ്, അയക്കപ്പെട്ടവൻ. ആ അയക്കപ്പെട്ടവനിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് കഴുകി വിശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞു വയ്ക്കുന്നതാണ്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് നമ്മൾ സഹകരിക്കണം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സഹകരിക്കണം. ചില പിള്ളേര് പറയാറുണ്ട്, ക്ലാസ്സിൽ ഇരുന്നിട്ടൊന്നും മനസ്സിലാകുന്നില്ല, ക്ലാസ്സിൽ ഇരുത്തം മാത്രമേ ഉള്ളൂ, ചിന്ത വേറെ സ്ഥലത്താ എന്ന് പറയുന്ന പോലെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് പഠിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അവിടെ ശ്രദ്ധിച്ചാല് നമുക്ക് പഠിക്കാൻ സാധിക്കും എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യന്റെ സഹകരണം ആവശ്യമാണ്. സൗഖ്യം സഹകരണത്തിലൂടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. ആ മനുഷ്യന്റെ കണ്ണിൽ ചളിയൊക്കെ പൊത്തി എന്നിട്ട് പറയുകയാണ്, സിലോഹായി പോയി നീ കുളിക്കുക. അവൻ പോയി സൗഖ്യം പ്രാപിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവമഹത്വം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ സഹകരിക്കണം, സമയം കൊടുക്കണം. നമ്മൾ കുർബാനയ്ക്ക് വരാതെ വിശുദ്ധ കുർബാനന്റെ നാവിൽ തുമ്പത്ത് കടന്നു വരട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമല്ല. ഉദാശയിൽ പങ്കെടുത്താലാണ് അത് സാധിക്കുള്ളൂ. അപ്പം ദൈവത്തോട് സഹകരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ആ സഹകരണത്തിന്റെ ഒരു ഭാഗമാണെന്നേ നിങ്ങൾ ഈ കാറ്റീസം പഠിക്കാൻ വരുന്നത് അല്ലേ. അതുകൊണ്ടല്ലേ ഈശോയോട് സഹകരിക്കുന്നതുകൊണ്ടാണ്, കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാ നമ്മളൊക്കെ കാറ്റീസം പഠിക്കാൻ വരുന്നത്. അല്ലാണ്ട് ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, കർത്താവിനെ അറിയാനും ആഗ്രഹിച്ചുകൊണ്ട് അല്ലേ. കർത്താവിന്റെ മക്കൾ അങ്ങനെയാ പറയുക. അതുപോലെ തന്നെ ഈശോയുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, അവനെ സൗഖ്യപ്പെടുത്തുക. അവൻ അന്ധനാണോ, യാചകനാണോ, അവൻ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാണോ, മറ്റുള്ളവർ പറയുന്നുണ്ട് അവൻ അവിടെ കിടന്ന് യാചിച്ചവനല്ലേ. പക്ഷെ കർത്താവിന്റെ മുൻപിൽ ഒറ്റ കാര്യമുള്ളൂ, അവനോട് കരുണ കാണിക്കുക, അവനോട് സ്നേഹം കാണിക്കുക. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാഴ്ചയ്ക്കപ്പുറം കാഴ്ചപ്പാടുകളുള്ള മക്കളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിനെ എനിക്ക് കാണുവാൻ സാധിക്കട്ടെ. ഈ കൂദാശയിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കട്ടെ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെ നേരിട്ട് കാണാൻ സാധിക്കില്ല. നമുക്ക് രണ്ട് കണ്ണ് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ നേരിട്ട് കാണണമെങ്കിൽ നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാധ്യമത്തിന്റെ മുന്നിൽ നിന്നാലേ നമുക്ക് നമ്മളെ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ നമുക്ക് മറ്റുള്ളവരെ കാണുവാനായിട്ട് സാധിക്കും, മറ്റുള്ളവന്റെ കുറവുകൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പരിശുദ്ധ അമ്മ അതിനൊരു മാതൃകയാണ്. പരിശുദ്ധ അമ്മ കാനായിലെ കുറവ് കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ, നമ്മളാണെങ്കിൽ അവന്റെ വീട്ടിൽ ചോറ് തീർന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോടെങ്കിലും മിനിമം പറയും, ഇടതും വലതും, കൂടുതൽ പറഞ്ഞില്ലെങ്കിൽ. പക്ഷെ പരിശുദ്ധ അമ്മ എന്താ ചെയ്തേ? നേരെ വിട്ടു. ആരുടെ അടുത്തേക്ക് ഓടിപ്പോയത്? ഈശോയുടെ അടുത്തേക്ക്. ഈശോയുടെ അടുത്ത് എന്ന് പറഞ്ഞു, മോനെ അവർക്ക് വീഞ്ഞില്ലടാ. അടുത്ത അത്ഭുതം എന്താ സംഭവിക്കുന്നേ? അവിടെ തീർന്നുപോയ സന്തോഷം തിരിച്ചു വരികയാ. അതുപോലെ തന്നെ പരിശുദ്ധമ്മ മറ്റൊരു ഇടത്തിൽ ഇടപെടുന്നുണ്ട്. ഒരു കുടുംബത്തിലാണ് പരിശുദ്ധമ്മ ഇടപെട്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം, പരിശുദ്ധമ്മ ഗർഭിണിയായിരിക്കെ ആ പെങ്കൊച്ച് ഓടി ചെല്ലുകയാണ് സേവനം ചെയ്യുവാനായിട്ട്, 3 മാസം ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. അങ്ങനെ അവിടെ കടന്നു ചെന്നപ്പോൾ ആ കുടുംബത്തിലെ ആ സ്ത്രീ സന്തോഷിച്ചു. മാത്രമല്ല, ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാനായിട്ടാണ് നമ്മളെയൊക്കെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അമ്മമാരോട് ഒരു ചോദ്യം, എനിക്കത് അറിയാത്തതുകൊണ്ടാണ്. ഈ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുക എന്ന് പറയുന്നത് സത്യമാണോ? ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഉദരത്തിലെ ശിശു, പരിശുദ്ധമ്മ കടന്നു ചെന്നപ്പോൾ ആ കുടുംബത്തിലെ ആ അമ്മയുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സത്യമാണോ? നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആരൊന്നും മിണ്ടുന്നില്ല കർത്താവേ. അങ്ങനെ അനുഭവമുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ദൈവമേ, ഇവിടെ അമ്മമാരില്ലേ? ഓക്കെ, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ. അപ്പന്മാരെ നോക്കണ്ട, നമുക്ക് പറഞ്ഞുള്ളതല്ല. ഒന്ന് കാണിച്ചേ, കണ്ടോ? അപ്പോ സന്തോഷം വരുമ്പോ അമ്മമാരുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുന്ന പറയുന്നേ അല്ലേ? അപ്പം
പരിശുദ്ധ അമ്മ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ ഗർഭിണിയായിരിക്കും സ്ത്രീ സന്തോഷിച്ചു മാത്രമല്ല, മറിച്ച് എന്താ, ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. ആ സന്തോഷത്തിന്റെ ഒരു വലിയ വലുപ്പം നോക്കിക്കേ. ഇനി ശിഷ്യന്മാര് കർത്താവിന്റെ മരണശേഷം പാവങ്ങള് നാല് വഴിക്ക് പോയി. പരിശുദ്ധമ്മയ്ക്ക് വേണമെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിരിക്കാമായിരുന്നു. 3 വർഷം കർത്താവിന്റെ കൂടെ അന്തസ്സായി നടന്നിട്ട് കർത്താവ് പോയപ്പോ 4 വഴിക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലേ? നമ്മളാണെങ്കിൽ ആദ്യം പറയാം തന്നെയായിരിക്കും, ഓ വൻ 15 വർഷം സെമിനാരി പഠിച്ചവനാ, അല്ലേ? പരിശുദ്ധമ്മ ചെയ്തത് എന്താ? പരിശുദ്ധമ്മ ഈ പിള്ളേരെയൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. എവിടെയാ ഒരുമിച്ച് കൂട്ടിയേ? സെഹിയനൂട്ടുശാല, അല്ലേ? ആ സെഹിയനൂട്ടുശാലയുടെ പ്രത്യേകത എന്തായിരുന്നു? ആദ്യമായി വിശുദ്ധ കുർബാന സ്ഥാപിച്ച സ്ഥലം, ആദ്യമായിട്ട് പൗരോഹിത്യം കൈവെപ്പിലൂടെ കൊടുത്ത സ്ഥലം, ആദ്യമായി അധികാരം നൽകപ്പെട്ട സ്ഥലം, വിനയത്തിന്റെ മാതൃക പകർന്നു നൽകിയ സ്ഥലം. ഈ സ്ഥലത്തേക്ക് പരിശുദ്ധ അമ്മ ഈ പിള്ളേരൊക്കെ ഒരുമിച്ച് കൂട്ടി. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, കുറവുകൾ കാണുമ്പോൾ ഈശോയുടെ മാതൃക എന്താ? സൗഖ്യം കൊടുക്കുക. ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അവനോട് കരുണ കാണിക്കുക. അങ്ങനെ അന്ധത മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരുടെ അന്ധത മാറ്റണമെങ്കിൽ ആദ്യം സ്വന്തം കണ്ണിലെ തടികഷ്ടം നമ്മൾ എടുത്തു മാറ്റണം, വേണ്ടേ? അപ്പം ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? എൻ്റെ കുഞ്ഞുമക്കളൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. എന്താ? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വേണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വേണം, വേണ്ടേ? മുഖത്ത് മാത്രമല്ല ഹൃദയത്തിലും ഉണ്ടാകണം. അതിനായിട്ട് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ കുഞ്ഞുമക്കൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ അന്ധത എടുത്തു മാറ്റണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെയാണ്. ഞങ്ങൾ പലപ്പോഴും ഇരുട്ടില് പലപ്പോഴും പതറിപ്പോകാറുണ്ട്, ഭയപ്പെട്ടു പോകാറുണ്ട്. ആ സന്തോഷം അനുഭവിക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കർത്താവേ, അന്ധത എടുത്തു മാറ്റിക്കൊണ്ട് പ്രകാശം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ക്രിസ്തുവിന്റെ പ്രകാശവാഹകരായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകശക്തി വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷവേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെയും സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ 14 പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾ വിളിച്ച കർത്താവേ,
സഭയോട് ചേർന്നേക മനസ്സായി പ്രേക്ഷിത വല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത് എന്നെ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥാ സർവ്വവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. താതനും അതുപോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായെയും ദിനസാക്ഷികളെയും കൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീഹായെ തർക്കം മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമമദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയർച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിപ്പേക്ഷിക്കുകയും വൈവിധ്യജന്മായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം
ഇസഹാക്യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവപിതാവിനോശാന ഓശാന ഓശാന, സ്നേഹപിതാവിനോശാന ഓശാന ഓശാന, ഓശാന 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 ഓശാന, രാജാധിരാജനോശാന രാജാധിരാജനോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവവിജയങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സുമത്തിരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ ഫ്രാൻസിസ് ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളെ രൂപതാധ്യക്ഷൻ ഹോളി പിതാവിന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരാത്മായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും എന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിമാമിതം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം വിശുദ്ധമായ ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷിക്തന്റെ തിരുച്ചെഴുത്തങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം എന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശ്രമിച്ചയായി അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതാടൽത്ത മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നർമ്മലും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചതെന്നെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങൾ നാദരക്ഷകരമായി മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും മഹനീയവും ഭയഭക്തിയും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലും പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യ രക്തത്താഴ്ചയുടെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ
മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ഇതാ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സാഷ്ടാംഗം വീണിടുവിൻ, ജീവന്റെ അപ്പമായ ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ, ജീവന്റെ അപ്പമായ ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരർ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കുക. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കൃതാസുരുടെ പാപങ്ങൾ അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ അങ്ങേ സ്വർഗരാജ്യ സ്ഥല വിശുദ്ധമെന്ന് ചിന്തിക്കുവാൻ ഞങ്ങൾ അതരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാന ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണാക്കുകയും ജ്വലിക്കുന്ന അതരം കൊണ്ട് ഞങ്ങൾ സ്വസ്ത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തിന് ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം
കർത്താവേ, ശക്തനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നമ്മുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ്. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോയുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരി, ശരീരത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ വൃദ്ധിക്കും നിത്യജീവനും കാരണമാകട്ടെ. പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പുരുഷപ്പെട്ട കാര്യങ്ങളെ മലയാളമായി കാരണമേ. അങ്ങേ വീരത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹിമ മുതൽ പരിശീലിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ
ലോകവസ്തുക്കളെ നക്കുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകത്തരങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലൂടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളാൻ യോഗ്യരിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അനന്യമായ താലത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ വികാരിച്ചൻ ഇന്നലെ ഇന്നലെ റോമിൽ സെൻറ്റ് പീറ്റേഴ്സിലെ അച്ഛനെ എത്താൻ സാധിച്ചു. ഇന്ന് മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു ഈവനിങ് ആയിരിക്കുമെന്ന് അറിയാലോ. ഞായറാഴ്ച ഏഞ്ചലോസ് പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അറിയിക്കുന്നു. അച്ഛൻ്റെ യാത്രകളും എല്ലാം കൃത്യമായിട്ട് നടക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു. അച്ഛൻ്റെ അഭാവത്തിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. നിങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് വികാരി അച്ഛൻ എവിടെയാന്ന്. തീർച്ചയായിട്ടും അച്ഛന് വേണ്ടി അച്ഛൻ്റെ യാത്രകളൊക്കെ നന്നാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി അറിയിപ്പുകൾ. സമർപ്പണം ഇനി കഴിഞ്ഞ ആഴ്ച പള്ളി ക്ലീനിങ് അതുപോലെ തന്നെ വായനയ്ക്ക് നേതൃത്വം നൽകിയതൊക്കെ സെന്റ് തോമസ് യൂണിറ്റിനും യൂണിറ്റ് ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി. അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച സെന്റ് ചാവറ യൂണിറ്റ് ആണെന്ന് അറിയിക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4:45 വിശുദ്ധ കുർബാന. തുടർന്ന് ആലത്തൂർ കപ്പേളയിലെ ലതീഞ്ഞ നൊവേന ഏറ്റെടുത്ത് നടത്തുന്നത് റിനി ഡേവിസ് കണ്ണമ്പള്ളി. അടുത്ത വെള്ളിയാഴ്ച ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ രാവിലെ 6:30 ആഘോഷമായ വിശുദ്ധ കുർബാന. അതിനുശേഷം കൊടിയുയർത്തൽ ഉണ്ടായിരിക്കും. ദേശീയ പതാക ഉയർത്തലുണ്ടായിരുന്നു. തുടർന്ന് CLCയുടെ പതാക ഉയർത്തലും ഉണ്ടായിരിക്കും. വിശുദ്ധ കുർബാന മധ്യേ CLCയുടെ സമർപ്പണവും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു. ശനിയാഴ്ച തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് മാണിക്കത്ത് പറമ്പിൽ പൗലോസ് ജേക്കബ് എന്ന് അറിയിക്കുന്നു. 2026 തിരുനാൾ കമ്മിറ്റിയുടെ അഭ്യർത്ഥനയുണ്ട്. പ്രസിദ്ധന്തിമാരായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് പണം എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യമായ ചെലവുകൾക്ക് വേണ്ടിയാണ്. അഡ്വാൻസിന് ഇത് ഉപകരിക്കുമല്ലോ. കാറ്റഗീസത്തിലെ വാർത്തകൾ. രണ്ടാമത്തെ ഈ കുർബാനയ്ക്ക് ശേഷം മതബോധന വിദ്യാർത്ഥികളുടെ ഇന്റൻസീവ് ഫെയ്ത്ത് ലാബിന്റെ ആഭിമുഖ്യത്തിൽ കൾച്ചറൽ മീറ്റ് ഉണ്ടായിരിക്കും. മതബോധനം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഫാമിലി ലോഗോസ് ക്വിസിനെ പേരുകൾ ഉടനെ രജിസ്റ്റർ ചെയ്യുക. മത്സരം സെപ്റ്റംബർ 14 ഞായറാഴ്ചയാണെന്ന് അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച മിഷൻ ഞായർ ഉൽപ്പന്ന ലേലം നടത്തേണ്ടത് സെന്റ് തെരേസ യൂണിറ്റ്. CLCയുടെ ഓണാഘോഷങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണാർത്ഥം അടുത്ത ശനിയാഴ്ച ബിരിയാണി ചലഞ്ച് നടത്തപ്പെടുന്നു. എല്ലാവരും സഹകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. വെണ്ണൂർ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 15 ഉച്ചയ്ക്ക് 2 മണി മുതൽ 9ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുമായി പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നു. കുട്ടികളും മാതാപിതാക്കളും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ കുടുംബ സമ്മേളനങ്ങൾ 3 മണിക്ക് സെന്റ് ജോസഫ് യൂണിറ്റ് കണ്ണുകാടൻ ജേക്കബ് ബാബുവിന്റെ വസതിയിൽ, 4 മണിക്ക് സെന്റ് തെരേസ യൂണിറ്റ് വിധേയത്തിൽ പൗലോസ് ജോണിയുടെ ഭവനത്തിൽ, 5 മണിക്ക് സെന്റ് തോമസ് യൂണിറ്റ് കുന്നത്ത് പറമ്പിൽ ഔസേഫ് ബാബുവിന്റെ ഭവനത്തിൽ വെച്ച് നടത്തുന്നു. വികാരിച്ചൻ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത് നല്ല ഇടവകയാണ് അച്ഛനെ വലിയ സന്തോഷമായിരിക്കും ഇവിടെ ആയിരിക്കുക എന്നുള്ളത്. 2 ദിവസമായിട്ടുള്ള വന്നിട്ട്
ആ 2 ദിവസം നല്ല സന്തോഷത്തോടു കൂടിയാണ് കടന്നു പോയത്. ഇന്ന് നിങ്ങളുടെ കുർബാനയിലെ പങ്കാളിത്തമൊക്കെ വളരെ നന്നായിരുന്നു. ഇതൊക്കെ ഒരു തീർച്ചയായിട്ടും നല്ലൊരു ഇടവകയുടെ ഒരു ലക്ഷണമായിട്ട് കരുതുന്നു. ഈ ഇടവക സമൂഹത്തിനോടൊപ്പം അല്പസമയം ആയിരിക്കാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഒത്തിരി നാളായിട്ട് സെമിനാരിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പം ഇതൊരു വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ജോലി മേഖല. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ എന്നോട് പറയാനായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കൈക്കാരന്മാർ വഴിയോ അല്ലെങ്കിൽ കപ്പ്യാർ വഴിയോ അറിയിക്കാവുന്നതാണ്. അപ്പം ഒത്തിരി സന്തോഷം. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവസങ്ങളോട് ഞങ്ങളെ പരിപോഷിപ്പതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോട് ചേർന്ന് അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വരായി എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോമിശിഹായും പരിശുദ്ധവും ജീവനായകമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയുടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ തൽഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർ നേടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. ഇതിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ അല്ലോ നിനക്കറിഞ്ഞുകൂടാ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.